ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ 2 വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഡേ 3. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ ബോറടിച്ചു, ഈ ഏരിയ കണ്ട് ബോറടിച്ചു എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഏരിയ അങ്ങോട്ട് കഴിയണില്ല എന്ന് വെച്ചാൽ നമ്മൾ ഓഫീസിൽ നിന്ന് 5 മണിക്ക് വന്ന് ചായയൊക്കെ കുടിച്ച് ഒരു 5:30 നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പം മഴയൊക്കെ അല്ലേ, അപ്പോൾ ഒരു 6 മണി 6:15 ആകുമ്പോഴേക്കും ഇരുട്ടാവുകയാണ്. അപ്പം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ലൈറ്റും ഇല്ല. അപ്പോൾ അതാണ് ഒരു പ്രധാന കാരണം. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഇന്നൊരാളെ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ കുക്കി. ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളുടെ കുക്കിയാണ്. ഇപ്പം നമ്മളുടെ ടെഡി ഉണ്ട്, നമുക്ക് മില്ലി ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ കുക്കി എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ഷിറ്റ്സുമാണ്. അപ്പോൾ അങ്ങനെ ഇവൾക്കൊരു 10-60 ദിവസമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളും കൂടെ നമ്മളുടെ വീട്ടിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവളെയും കാണാൻ ഇനിയുള്ള വീഡിയോകളിലൊക്കെ. കുറുമ്പൊന്നും ഇല്ല കേട്ടോ, നല്ല കുറുമ്പത്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയാണല്ലോ. അപ്പോൾ ഈ ഒരു ഏരിയ ഫിനിഷ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ കുറേ ബോഗൈൻ വില്ലാസ് ഉണ്ട്. നമ്മളുടെ ഹൈബ്രിഡ് ബോഗൈൻ വില്ലാസ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ആ മഴയുടെ സമയത്ത് എല്ലാ ബോഗൈൻ വില്ലാസും പുറത്താണ്. അപ്പോൾ കുറച്ച് പ്രശ്നം തോന്നണ ഹൈബ്രിഡ് ബോഗൈൻ വില്ലാസ്, അത് കുറച്ച് ഇലയൊക്കെ കൊഴിഞ്ഞു പോയി എന്ന് തോന്നണത്, അവരെ ഞാൻ ഷെയ്ഡിൻ്റെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ സൈഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇനി മഴ ഒരു വിഷയമല്ലല്ലോ, അവരെ നമുക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ കൊണ്ടുവരുന്ന ചെടി തന്നെ ഒരു കഴിഞ്ഞ വർഷം 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അത് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ എന്താ പറയുക, ആ ഒരു കോല് ഒരു വളരെ 10 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ ഒക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ഓൺലൈനിലൊക്കെ കിട്ടണത് നമുക്കത്. അപ്പോൾ ഇങ്ങനെ ആകെ കോല് പോലെ ഒരു ഷേപ്പ്ലെസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഹാർഡ് പ്രൂൺ ചെയ്യും. കാരണം ഹാർഡ് പ്രൂൺ ഇപ്പോൾ ഈ പുറത്തല്ലല്ലോ നമ്മൾ വെക്കുന്നത്, അതുകൊണ്ട് മഴ കൊണ്ട് അങ്ങനെ ഹാർഡ് പ്രൂൺ വലിയ പ്രശ്നം ഉണ്ടാവില്ല ചെടിക്ക് എന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്യണത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈ 3-ാമത്തെ ദിവസത്തെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഈ ബൊഗൈൻവില്ലയുടെ പുറത്തിരിക്കുന്ന ആ സ്റ്റാൻഡിലിരിക്കുന്ന ബൊഗൈൻവില്ല അതിൻ്റെയൊക്കെ ഹാർഡ് പ്രൂണിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നിങ്ങൾക്ക് ബോറടിയാണല്ലോ ഈ സെയിം ഏരിയ സെയിം പ്രൊസീജിയറും സാധനങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ഈ പുറത്തിരിക്കുന്നതിനെ ഹാർഡ് പ്രൂൺ ചെയ്ത് അതൊക്കെ കട്ട് ചെയ്ത് വളരെ ഹാർഡ് പ്രൂൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അത്രയും താഴ്ത്തി സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് എങ്ങാനും അതങ്ങനെ പോയി കഴിഞ്ഞാൽ. കാരണം എനിക്ക് നല്ല അനുഭവമാണ്. കാരണം കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് ഞാൻ ആദ്യമേ തൊട്ടുള്ള എൻ്റെ ഈ ഹൈബ്രിഡ് ബൊഗൈൻവില്ല വാങ്ങിച്ചത് നമ്മളുടെ കലൂര്, നിങ്ങൾക്ക് അറിയുണ്ടാവും, ആ വീഡിയോ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. ഒരു ജിമ്മി ചേട്ടനുണ്ട്, ആളുടെ അടുത്തു നിന്നാണ് ഓൺലൈൻ. നല്ല പൈസയാണ് കേട്ടോ, 2 അടി ആണ്, ഒരു 850 ആ ഒരു റേറ്റിലൊക്കെയാണ്. അപ്പോൾ ഒരു ഹവായി വൈറ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര രസമുള്ള പൂവാണ്. ആളുടെ വീഡിയോ കണ്ടാൽ അറിയാം അങ്ങനെ കാണിക്കുന്നു. അത് ഞാൻ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 1200 ഭയങ്കര കോസ്റ്റ്ലി. അതിൽ ആൾ പൈസയും പറയുന്നുണ്ട്. അത്രയും കൊടുത്തിട്ട് ഒരു 2 അടിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് നോർമലി ഉള്ളത് എല്ലാം 2 അടിയൊക്കെയാണ്. ഇത് 1 അടിയൊക്കെ കഷ്ടി ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് എല്ലാം നല്ല രീതിയിൽ ബുഷിയും സാധനങ്ങളൊക്കെ ആയതാണ്. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ കഴിഞ്ഞ മഴയത്ത് ഒരു 2 ദിവസം മഴ കൊണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിനൊരു ചെറിയൊരു വാട്ടം പോലെ എനിക്ക് തോന്നി. ഞാൻ സാഫൊക്കെ കലക്കി വെച്ച് വേഗം അതിനെ ഷെയ്ഡിൻ്റെ അടിക്ക് കൊണ്ടുവച്ചു. പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, എനിക്കത് അങ്ങനെ തന്നെ പോയി. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാനതിൻ്റെ കട്ടിങ്സൊക്കെ എടുത്തു, വേഗം മണലിൽ എന്താ പറയുക ചെമ്മണ്ണിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിലൊക്കെ പല കട്ടിങ്സൊക്കെ എടുത്ത് വെച്ചു. ഒരെണ്ണം പോലും പിടിച്ചില്ല. അതങ്ങനെ തന്നെ പോയി. പിന്നെ ഞാനത് വാങ്ങിക്കാനേ നോക്കിയിട്ടില്ല. കാരണം എനിക്ക് അത് വാങ്ങിക്കാൻ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം 1200 രൂപ കൊടുത്ത് നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് നമുക്കത് സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ആ സാധനം വേണ്ട വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഹാർഡ് പ്രൂൺ ചെയ്യാന്ന് ഇതൊക്കെ നമ്മളുടെ എന്താണ് മിസ് വേൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിറയെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, 2500-3000 ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ഇതൊക്കെയാണ് ഓൺലൈൻ വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഭയങ്കര കെയർ ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്യുക. ജസ്റ്റ് ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹാർഡ് പ്രൂൺ ചെയ്യുക, അതിൻ്റെ താഴെ ഒന്ന് ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുത്തു. ഞാൻ ഒരു വളവും ഇടുന്നില്ല. കാരണം ഇപ്പോൾ മഴക്കാലമൊക്കെ ആയ കാരണം ചാണകപ്പൊടിയൊക്കെ സാധാരണ നൈട്രജൻ കൂടുതലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം, അത് കൂടുതലായിട്ട് ഇങ്ങനെ വരാനായിട്ട്. അപ്പോൾ അത്യാവശ്യം വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ആദ്യം ഇട്ട് അതിനെ നശിപ്പിക്കേണ്ടതെന്ന് വെച്ചു. എന്തായാലും ഒന്ന് വളർന്ന് വന്നതിന് ശേഷം എന്തെങ്കിലും ഗ്രീൻ കെയറിൻ്റെ എന്തെങ്കിലും ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നല്ല കുറുമ്പാണ് ഈ കുക്കിക്ക്, ഒരു രക്ഷയില്ല. ഇത് ആകെ ഒരു ചിടുങ്ങാണ്. പക്ഷേ ഇതിൻ്റെ കയ്യിലിരിപ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ
ഈ ചെടികളൊക്കെ മറ്റേതൊക്കെ ഞാൻ എന്താ പറയുക വീഡിയോ എടുക്കാൻ വേണ്ടി ആ ചെയർമലൊക്കെ കൊണ്ടുവച്ച് നീറ്റായിട്ട് എടുക്കാനൊക്കെ നോക്കി. ഇതെല്ലാം അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഈ മാഡം എന്നെ ഒരു നിലയ്ക്ക് നടക്കാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ ആ സാധനം ചട്ടി എടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവള് എൻ്റെ കാലിൻ്റെ ഇടയിലാണ്. അവസാനം ഞാനും വീഴും, ചട്ടിയും വീഴും, അതും ചതയും. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, വീഡിയോ ഇങ്ങനെ എടുക്കാൻ പറ്റിയാലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് തന്നെ എടുത്തു. ഇതാണെങ്കിൽ എൻ്റെ മിസ് വേൾഡിനെയൊക്കെ കടിച്ച് ചവച്ചൊരു വഴിയാക്കി. വെട്ടിയിടണതൊന്നും വേണ്ട അവൾക്ക്, ഈ ചട്ടിയിലുള്ള കോല് പോലെ നിൽക്കണതന്നെ ചവച്ച് പിന്നെ ഞാൻ ആദ്യം അതിനെ ഒന്നും കൂടെ താഴ്ത്തി റൂം ചെയ്ത് വെച്ചിരിക്കുക. കാരണം അവളത് ചവച്ചൊരു വഴിയാക്കി. എടുത്തുകൊണ്ട് മാറ്റും, പിന്നെയും വരും. അങ്ങനെ അതിനെ കൊണ്ട് റൂമിൻ്റെ അകത്തിട്ടു, അടച്ചു. അയ്യോ അങ്ങനെ. അപ്പോൾ ഇത് ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്ന് കുറേ ഇതുകളുണ്ട്, കട്ടിങ്സൊക്കെ വീണുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് വേഗം ക്ലീൻ ആക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ മഴയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ക്ലീൻ ആക്കിയില്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ചൂലിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ, അതൊക്കെ മഴയത്ത് ഞാൻ ഇട്ടിട്ട് പോണതാണ്. ഒരു ആവശ്യം കഴിയും അവിടെ ഇട്ടിട്ട് പോകും. പിന്നെ വന്ന് നോക്കുമ്പോഴേക്കും ചൂലിൻ്റെ അവസ്ഥയ്ക്ക് ഇതാവും. മഞ്ഞ കളർ ചൂലൊക്കെ ഇപ്പോൾ കറുപ്പ് കളറായി. അപ്പോൾ അങ്ങനെ ഇതാ കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇത്ര അധികം ഒരു 10 ചട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ആ 10 ചട്ടിയിൽ നിന്ന് നമുക്ക് ഈ കട്ടിങ് കിട്ടിയതാണ് ഇത്ര അധികം കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു 4 ഹാങ്ങിങ് പോട്ടിൻ്റെ ചട്ടി ഞാൻ എന്താ പോട്ടി മിക്സൊക്കെ നിറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കമ്പുകൾ മാത്രം വയ്ക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കാം. ഇത് എൻ്റെ വേണ്ട ഒരൊറ്റ കടയുള്ളത്. ഇതൊരു 750ക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ഹാഫ് ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര വേർത്താണ് ഈ സാധനം. എനിക്ക് തോന്നുന്നു എല്ലാ ഹാങ്ങിങ്ങിലും ഞാനിത് ഇടണം എന്ന് എൻ്റെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ 750 850 കൊടുക്കേണ്ട കാര്യം ആലോചിച്ചിട്ടാണ് ഒരു വിഷമം മാത്രമേ ഉള്ളൂ. കാരണം ഇതുണ്ടല്ലോ, ഒരു പൂവിട്ടു, ആ സ്പൈക്ക് വന്നു, പൂവിട്ട് ഒരു 3 മാസമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അത് കട്ട് ചെയ്യാറാകുമ്പോഴേക്കും അടുത്ത സ്പൈക്ക് വരും. അടുത്ത സ്പൈക്ക് വരുന്ന കാണുമ്പോഴാണ് ഞാനിത് കട്ട് ചെയ്യണത്. അപ്പോഴേക്കും ഉണങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഓറഞ്ച് ഉണ്ടായിരുന്നു അവിടെ, പക്ഷേ അതിന് കുറച്ച് വില കൂടുതലായിരുന്നു. അപ്പോൾ ഞാനത് വാങ്ങിച്ചില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് റിഗ്രറ്റ് ഉണ്ട്, അതും കൂടെ വാങ്ങിക്കേണ്ടതായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ വാൻഡ. അത് മിക്കപ്പോഴും അതിൽ പൂവുണ്ടാവും. പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട അതിന്. അത് ജസ്റ്റ് അതിൻ്റെ വേരുകൾ കണ്ടില്ല, ഇങ്ങനെ തൂങ്ങിക്കെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഒരു സ്പ്രെയർ ഉണ്ട് അവിടെ സിറ്റ് ഔട്ടിൽ എപ്പോഴും വെച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഈ സാഫ് അടിക്കണത്. അപ്പോൾ അതിൽ എപ്പോഴും ഗ്രീൻ കെയറിൻ്റെ ഈ ഇതുണ്ടല്ലോ, നൈട്രജൻ കൂടുതലുള്ളത്, അത് എപ്പോഴും ഞാൻ ഒരു ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം സിറ്റ് ഔട്ടിലുള്ള പ്ലാന്റ്സിനെ ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യും. അപ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോകാനായിട്ട് രാവിലെ ഇറങ്ങുമ്പോൾ ജസ്റ്റ് അതെടുത്തൊന്ന് സ്പ്രേ, എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ. എല്ലാ ദിവസവും അതിനൊന്ന് ഭയങ്കര ലൈറ്റായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കണം. എല്ലാ ദിവസവും ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് പോകും. അപ്പോൾ അത് മാത്രമാണ് ഞാൻ അതിന് ചെയ്യണുള്ളൂ. ബാക്കി പിന്നെ ആൾ തന്നെ അങ്ങനെ വരുന്നതാണ് ഉഷാറായിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ വാൻഡയുടെ വിശേഷം. പിന്നെ ഇനി നമുക്ക് കട്ടിങ് നടാം. കട്ടിങ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ആയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഹാങ്ങിങ് പോട്ടിൽ ഇട്ടിട്ട് ഹാങ്ങിങ് പോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വലിയ ചട്ടിയിലൊന്നും വെക്കാനല്ല. എനിക്ക് തോന്നുന്നു ഒരു 10 എണ്ണം നട്ട് കഴിഞ്ഞാൽ ഒരു 4 എണ്ണമൊക്കെ പിടിക്കാറുള്ളൂ. അത്രയൊക്കെ എനിക്ക് കിട്ടാറുള്ളൂ ഈ ഹൈബ്രിഡ്. അതെന്നെ കിട്ടിയ ഭാഗ്യം. കാരണം കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഞാൻ പ്രൂൺ ചെയ്തപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് ഇത്ര അധികം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇപ്പോഴാണ് ഓൺലൈൻ വാങ്ങിച്ച് ഇപ്പോൾ വലുതാക്കി വന്നിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അത്ര അധികം കട്ടിങ്സ് ഉണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം കിട്ടിയതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടല്ല വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ചട്ടിയിൽ ഒരു ടൈപ്പ് അങ്ങനെയൊന്നുമല്ല, എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് എല്ലാം കൂടെ അങ്ങനെ ഒരു 3-4 ചട്ടിയിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ കാണിക്കാം. അത് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇതുവരെ കട്ട് ചെയ്തൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കുറേ എണ്ണം പിടിച്ചു, കുറേ എണ്ണം പിടിച്ചിട്ടില്ല. അത് അറിയില്ല, എനിക്ക് എണ്ണ ഒന്നും അറിയില്ല. അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ഇല മുഴുവൻ കളഞ്ഞിട്ട് ഒരൊറ്റ സ്റ്റെമ്മായിട്ട് വയ്ക്കുകയാണ് നല്ലത്. പക്ഷെ ഞാനിവിടെ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. കാരണം ഇപ്പം തന്നെ 6:15 ആയി. എനിക്ക് മടുത്തു, സത്യം പറയാൻ. എനിക്ക് വയ്യാണ്ടായി, ക്ഷീണിച്ചു ഞാൻ. അപ്പോൾ എനിക്ക് നല്ല മടി വന്നു. അപ്പോൾ ഇലയൊക്കെ ശരിക്കും ഓരോ കട്ടിങ് എടുത്ത് ഇല ഫുൾ കട്ട് ചെയ്ത് അതിൻ്റെ തുമ്പൊക്കെ കട്ട് ചെയ്തിട്ട് വേണം ഇത് നടാനായിട്ട്. അപ്പോഴാണ് പെട്ടെന്ന് നന്നായിട്ട് ഉണ്ടാവുക. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അതിൽ ഇലയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാടി പോയിക്കോളും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നടണത്. കാരണം ഇത് മുഴുവൻ കട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ക്ഷമ നശിച്ചു. അപ്പോൾ ഇത് നമ്മൾ അരേലിയ അന്ന് കുഴിച്ചിട്ടത്. ഇത് നമ്മളുടെ ഒരു പടിഞ്ഞാറ് ഭാഗമാണ്, അധികം വെയിലില്ലാത്തൊരു ഏരിയയാണ്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതാട്ടോ. ഞാൻ പിന്നെ കാണിക്കാം. അതൊന്നും പ്രൂൺ ചെയ്തിട്ടില്ല, അതൊക്കെ ഇങ്ങനെ വലുതായി നിൽക്കുക. പിന്നെ ഇത് നമ്മളുടെ ഇപ്പോൾ കട്ട് ചെയ്തത് നമ്മളവിടെ വെച്ചിരിക്കുകയാണ്. ഇത് പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ.
അതുകൊണ്ടാണ് കുറച്ച് വാട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചട്ടികൾ. പല ടൈപ്പിലുള്ള, ഞാൻ പറഞ്ഞില്ലേ പല ടൈപ്പിലുള്ളത് ഒരു 3-4 ചട്ടിയിൽ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് മനസ്സിലാവില്ല, ഇത് പൂട്ടാലാണ് അറിയുള്ളൂ ഏതൊക്കെ ചെടികളാണ് ഇതിലുള്ളത്. ഇടയിലൊക്കെ ഉണങ്ങിയതൊക്കെ ഉണ്ട്. അപ്പോൾ അത് പൂട്ടാൻ തന്നെ അറിയുള്ളൂ. അപ്പോൾ പൂട്ടുന്ന സമയത്ത് ഒന്നുകൂടെ കാണിക്കാം. ഇത് ഞാൻ ഇതിൽ നിന്ന് മാറ്റാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഇതിന് പ്രൂൺ ചെയ്യണം. ഇതിനെ അന്ന് നട്ടിട്ട് അത് വളർന്നു വന്നിട്ടുള്ളതാണ്, പിന്നെ അതിന് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ഏരിയ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു ഇനി ഞാൻ ആ ഏരിയയിലേക്ക് പോകില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഹാർവെസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഓൾറെഡി പിടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, നന്ദി, നമസ്കാരം.